യെസ്, നിങ്ങൾ തമ്മിൽ കണ്ടത് ശരിയാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ന്യൂസാണ് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ കണ്ടത്. നമ്മുടെ IIT മദ്രാസിലേക്ക് സ്പോർട്സ് കോട്ടയിലൂടെ അഡ്മിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളൊരു വാർത്ത. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IITസിലും NITസിലും JEE എക്സാം വഴി അല്ലാതെ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ BTech അല്ലാത്ത കോഴ്സസിലേക്ക് വേണം നമ്മൾ ശ്രമിക്കാൻ. അപ്പോൾ ആക്ച്വലി ഈ ഒരു വർഷം മുതൽ IIT മദ്രാസ് എന്ത് ചെയ്തിരിക്കുകയാണ്, സ്പോർട്സ് എക്സലൻസ് അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു സ്കീം കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം. IIT Madras will be offering seats in each of its BTech program through SEA by the creation of 2 supernumerary seats per branch for Indian nationals. ഓരോ BTech ബ്രാഞ്ചിലും 2 എക്സ്ട്രാ സീറ്റ് സ്പോർട്സ് കോട്ടയിലേക്ക് എന്ത് ചെയ്യാൻ പോവാണ്, ആഡ് ചെയ്യാൻ പോവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ എല്ലാ ബ്രാഞ്ചിലും ഉണ്ടായിരിക്കും. ഈവൻ കമ്പ്യൂട്ടർ സയൻസിലടക്കം 2 സീറ്റ് എക്സ്ട്രാ സ്പോർട്സ് കോട്ട ആക്കിക്കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. സ്പോർട്സ് എക്സലൻസ് അഡ്മിഷൻ വിൽ ബി ഓപ്പറേഷണൽ ഫ്രം ദി അക്കാഡമിക് ഇയർ 24-25. എന്ന് വെച്ചാൽ ഈ വർഷം ഓൾറെഡി ജോയിൻ ചെയ്ത കുട്ടികളിൽ തന്നെ ഈ ഒരു സ്പോർട്സ് കോട്ട വഴി എന്ത് ചെയ്തിട്ടുണ്ടാകും, അഡ്മിഷൻ നേടിയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2 seats per program will be allotted through the SEA. 1 gender neutral and the other female only. ഒന്ന് ജെൻഡർ ന്യൂട്രൽ ആയിരിക്കും, ഏത് ജെൻഡറിനും അപ്ലൈ ചെയ്യാം. രണ്ടാമത്തത് ഫീമെയിൽ ഓൺലി ആയിട്ടുള്ള സീറ്റാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഓരോ ബ്രാഞ്ചിലും 2 സീറ്റുകളാണ് ഈ ഒരു പ്രോഗ്രാം വഴി അഡ്മിഷൻ കൊടുക്കുന്നത്. ദ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് ഒബ്റ്റെയിൻഡ് എ പൊസിഷൻ ഇൻ കോമൺ റാങ്ക് ലിസ്റ്റ്. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സ്പോർട്സ് കോട്ടയിൽ നമ്മുടെ അക്കാഡമിക് മെറിറ്റ് അത്ര തന്നെ നോക്കാറില്ല. എന്നാൽ ഇവിടെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഇടം നേടിയിട്ടുണ്ടായിരിക്കണം, ഓർ കാറ്റഗറി വൈസ് റാങ്ക് ലിസ്റ്റിലും ഉണ്ടായിരിക്കണം. ഇതാണ് പറയുന്നത്. JEE അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ കോമൺ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ എക്സാം ക്വാളിഫൈ ചെയ്യണം, എക്സാം പാസ്സാവണം. അതിൽ ടോപ്പ് റാങ്കോ ടോപ്പ് മാർക്കോ വേണമെന്നില്ല, പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ആ എക്സാം പാസ്സായിട്ടെങ്കിലും ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അതായത് 14 ലക്ഷം കുട്ടികൾ JEE മെയിൻ എഴുതുന്നു, 2.5 ലക്ഷം കുട്ടികൾ അതിൽ നിന്നും JEE അഡ്വാൻസ്ഡ് എക്സാം എഴുതുന്നു. അങ്ങനെ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 48,000 കുട്ടികളാണ് ആ എക്സാം ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പോൾ 48,000 കുട്ടികളിൽ ഒരാളായിട്ട് നിങ്ങൾ എത്തണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതിൽ തന്നെ ജനറൽ കാറ്റഗറി നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം 35% മാർക്കുള്ള ആളുകളാണ് കോമൺ റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഒരു മാർക്കും ഇല്ലാത്ത ഒരു മാർക്കും ഇല്ല, അക്കാഡമിക്കലി വളരെ വീക്കാണ്, പക്ഷേ സ്പോർട്സിൽ എക്സലൻ്റ് ആണ് എന്നുള്ള കാരണം കൊണ്ട് മാത്രം അഡ്മിഷൻ കിട്ടില്ല. ഈ ഒരു മിനിമം കട്ട് ഓഫ് എങ്കിലും നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം. പൊസിഷൻ ഇൻ റാങ്ക് ലിസ്റ്റ് മേ ബി ഇൻ എനി ഓഫ് ദ കാറ്റഗറീസ് ഫോർ വിച്ച് റാങ്ക് ലിസ്റ്റ് ആർ പ്രിപ്പയർഡ്. ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് ഒബ്റ്റെയിൻഡ് ദ മിനിമം റിക്വയർഡ് ക്ലാസ് 12% ആസ് പെർ ദി എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ IITs. രണ്ടാമത്തെ ക്യാച്ച് ഇതാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ വിചാരിക്കും IITയിലേക്കുള്ള അഡ്മിഷൻ സ്പോർട്സ് വഴി എടുത്തു കഴിഞ്ഞാൽ അത് അവർ അക്കാഡമിക്സിനെ ബാധിക്കില്ലെന്ന് ചിന്തിക്കും. പക്ഷേ അതിനുള്ള കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയാസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേതാണ് നമുക്കറിയാം, നമ്മുടെ 75%, 75% CBSE ആണെന്നുണ്ടെങ്കിൽ +2 ഓൺലി റിപ്പോർട്ടിലും, കേരള സിലബസ് ആണെങ്കിൽ +1 ആൻഡ് +2 വരുന്ന ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ മാർക്ക് ലിസ്റ്റിൽ 75% നിങ്ങൾക്ക് മാർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് ഒബ്റ്റെയിൻ അറ്റ്ലീസ്റ്റ് 1 മെഡൽ ഇൻ ലാസ്റ്റ് 4 years. അപ്പോൾ ഇനി സ്പോർട്സിൻ്റെ ക്രൈറ്റീരിയ എന്താ? കഴിഞ്ഞ 4 വർഷത്തിൽ സ്പോർട്സിൽ ഞാൻ ടോപ്പാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, ഞാൻ നന്നായിട്ട് ഓടുന്നു പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അത് നിങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ടാവണം. ഒരു മെഡലെങ്കിലും കഴിഞ്ഞ 4 വർഷത്തിൽ സ്പോർട്സ് അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. അത് ഒന്നുകിൽ നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവൽ കോമ്പറ്റീഷൻസിൽ ഉണ്ടായിരിക്കണം. വേർ ദ പോയിന്റ്സ് ആർ അലൊക്കേറ്റഡ് ആസ് പെർ ദ ഫോളോയിങ് ടേബിൾ. അപ്പോൾ നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള സ്പോർട്സിൻ്റെ ഡിഫറെൻറ്റ് ലെവലുകൾ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, പോയിന്റ് അലൗ ചെയ്യും. ഇവിടെ നോക്കാം, നമ്മൾ ഏതെങ്കിലും വേൾഡ് ചാമ്പ്യൻസിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ 1 ആണ് നിങ്ങൾക്ക് അതിൻ്റെ പോയിന്റ് വെയിറ്റേജ് ആയിട്ട് കിട്ടുക. ഒളിമ്പിക്സിലൊക്കെ പങ്കെടുത്തവരാണെന്നുണ്ടെങ്കിൽ 0.95, കോമൺവെൽത്ത് 0.9, ഏഷ്യൻ ഗെയിംസ്, വേൾഡ് യൂണിവേഴ്സിറ്റി. ഇനി അതിനേക്കാൾ കുറച്ച് ലെവൽ കുറഞ്ഞ ഗെയിംസിലേക്ക് പോകുകയാണെങ്കിൽ സാഫ് ഗെയിംസിലൊക്കെ പങ്കെടുത്തവർക്ക് 1 വെയിറ്റേജ് കിട്ടുന്നുണ്ട്. സീനിയർ നാഷണൽ കോമ്പറ്റീഷൻസിൽ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഫെഡറേഷൻ കപ്പ്, ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റിയിൽ പോയവർക്ക് 0.85 ആണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്, ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസ്, ജൂനിയർ യൂത്ത് ഓർ സബ് ജൂനിയർ നാഷണൽ ലെവൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് മിക്കവാറും ഈ ഒരു ലെവലിലേക്കൊക്കെ എത്തുന്നവരുണ്ടാവാം, 0.65. കഴിഞ്ഞ 4 വർഷത്തിൽ ഇതിലേതെങ്കിലുമൊക്കെ ഒരു കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് ഒരു മെഡൽ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ സ്കൂൾ ഗെയിംസിലും കഴിഞ്ഞ 4 വർഷത്തിൽ മെഡൽ ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് വെയിറ്റേജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഈ ഒരു പോയിന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ സ്പോർട്സ് എക്സലൻസ് എത്രയാണെന്ന് തീരുമാനിക്കാൻ പോകുന്നത്. അത് ഏതൊക്കെ സ്പോർട്സ് ആവാം? അക്വാറ്റിക്സ് ആവാം, അത്ലറ്റിക്സ് ആവാം, ചെസ്, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ, ഹോക്കി, സ്ക്വാഷ്, ടേബിൾ ടെന്നീസ്, ലോൺ ടെന്നീസ്, വോളിബോൾ, വെയിറ്റ് ലിഫ്റ്റിംഗ്, ഇതിലേത് വേണമെങ്കിലും ആവാമെന്നാണ് പറയുന്നത്. എ സെപ്പറേറ്റ് സ്പോർട്സ് റാങ്ക് ലിസ്റ്റ് SRL ക്രിയേറ്റ് ചെയ്യും ഇതിനെ ബേസ് ചെയ്തുകൊണ്ട്.
Okay, will be prepared based on the total score obtained by the candidates based on their performance in specific list of sports. സ്പോർട്സിന്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ആ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തിരിക്കണം? ഞാൻ നേരത്തെ പറഞ്ഞ മിനിമം ഒരു നമ്മുടെ അഡ്വാൻസ്ഡ് എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുള്ളവരായിരിക്കണം. +1 +2 അവർക്ക് 75% മാർക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ഈ ഒരു സ്പോർട്സ് റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് സീറ്റ് അലോട്ട്മെന്റ് വിൽ ബി ഡൺ ബേസ്ഡ് ഓൺ SRL ഓൺലി. അപ്പോൾ ഫൈനൽ അഡ്മിഷൻ ആർക്കാണ് തീരുമാനിക്കുന്നത്? സ്പോർട്സ് മാത്രമാണ്. ഫൈനൽ അഡ്മിഷൻ ആർക്കാണ് തീരുമാനിക്കുന്നത്? സ്പോർട്സിന്റെ റാങ്ക് ലിസ്റ്റ് മാത്രമാണ്. എന്നാൽ മിനിമം ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? +1 +2 മാർക്കും അതുപോലെ തന്നെ JEE അഡ്വാൻസ്ഡ് എക്സാമും ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളത് മിനിമം ക്രൈറ്റീരിയ ആണ്. അപ്പോൾ ഇതാണ് IIT മദ്രാസിലെ സ്പോർട്സ് കോട്ടയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇത് അറിഞ്ഞ് എത്ര ആളുകൾ ഹാപ്പി ആകും, എത്ര ആളുകൾ എക്സൈറ്റഡ് ആണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ഈ പറയുന്ന ഏതെങ്കിലും ഒരു കോമ്പറ്റീഷനിൽ കഴിഞ്ഞ 4 വർഷത്തിൽ മെഡൽ കിട്ടിയിട്ടുള്ള ആളുകളാണ്. ഒരു മെഡൽ കിട്ടിയാൽ മതി, സിൽവറോ അല്ലെങ്കിൽ ഗോൾഡോ സിൽവറോ ബ്രോൺസോ ഏതെങ്കിലും ഒരു മെഡൽ കിട്ടിയ ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ബോക്സിൽ പറയണം. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. എന്ത് ചെയ്താൽ മതി? ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്ന് ക്വാളിഫൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതിൽ നല്ല പെർഫോമൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ IIT മദ്രാസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടാൻ സാധ്യതയുണ്ട്? ഒരു BTech അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്.